ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ലീഫൊക്കെ മാറ്റിയിട്ട് ചെറിയ കഷ്ണമാക്കിയെടുക്കാം. വല്ലാണ്ട് പൊടിഞ്ഞ് പോവണ്ട. അപ്പോൾ അതിൻ്റെ തണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്യാം. അരിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴുവൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ചെറിയ പുഴുവായിരിക്കും ആ ഫ്ലവറിൻ്റെ ഉള്ളിൽ. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാലേ കാണുള്ളൂ. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ മാറ്റിയിട്ട് ആ ഫ്ലവർ പോലത്തെ ഭാഗമാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്യുമ്പോഴൊക്കെ നോക്കണം അതിൻ്റെ ഉള്ളിൽ പുഴുണ്ടോ എന്ന്. പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ കുറേ പോയി കിട്ടും. അപ്പം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ചൂടാവുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വെള്ളം അത് മുങ്ങാൻ മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഉപ്പും നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനാണ്. അതിൽ വല്ല പെസ്റ്റിസൈഡോ പുഴുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാൻ നല്ലതാണ്. ഇനി വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കത് മൂടി വയ്ക്കാം. അപ്പോൾ അതിൽ കിടന്നിട്ട് കുറച്ച് കുക്കാവും. ഒരുപാട് തിളപ്പിച്ചിട്ട് വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ തിളച്ചതിന് ശേഷം വേഗം മൂടി വയ്ക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അത് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം 1.5 സ്പൂൺ കോൺഫ്ലവർ അധികം ചേർത്ത് കഴിഞ്ഞാൽ വലിയ സുഖം ഉണ്ടാവില്ല. അപ്പോൾ 1.5 സ്പൂൺ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മൈദപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഒരു 1/2 സ്പൂണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റിന് വേണ്ടി. 1 സ്പൂണ് മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്. 1 സ്പൂൺ ചേർത്തിട്ടുള്ളൂ. 1 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ആവശ്യത്തിനനുസരിച്ചിട്ട്. പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവ 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്, നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കോളിഫ്ലവറിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായി തോന്നി. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മൾ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊടിയിലേക്ക് നമുക്ക് ഇനി കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുമ്പോൾ കുറച്ച് ചൂടുണ്ടായിരുന്നു, അതിൻ്റെ പുക കാണുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടി എല്ലാ ഭാഗത്തും ആവുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ
നമ്മൾ എണ്ണയിലിട്ട് വറക്കണ സമയത്ത് ഇതിൻ്റെ കോട്ടിങ് വല്ലാണ്ട് ഇളകി വരില്ല, അല്ലെങ്കിൽ പുറത്തേക്ക് ഇങ്ങനെ വിട്ട് നിൽക്കുമല്ലോ. ഇത് അതിൻ്റെ മുകളിൽ തന്നെ പറ്റി പിടിച്ച് ഇരുന്നോളും. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ കോളിഫ്ലവർ ഊറ്റിയെടുക്കുമ്പോൾ അതിൽ വെള്ളം ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതിനാവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് വറുത്ത് കോരിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ. ഓവറായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നന്നായിട്ട് ഒന്ന് വെന്ത ശേഷം മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തത്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പുറത്തെ സൈഡും കൂടി ഒന്ന് കുക്കായിട്ട് നമുക്കത് കോരി മാറ്റാം. ഇപ്പോൾ ഇത് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. അധികം നേരം ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ കോളിഫ്ലവർ ഫ്രൈ ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമു അലൈക്കും.